ലേണേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഹിന്ദി 5ാമത്തെ ചാപ്റ്റർ സബ്സെ ബഡാ ഷോമാനിലെ ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള തെരഞ്ഞെടുത്ത കുറച്ച് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസും അതുപോലെ അമ്മയുടെ ഡയറി, ചാർലിയുടെ അമ്മയുടെ ഡയറി, പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, പിന്നെ ചാർലിയുടെ അമ്മയും മാനേജറും തമ്മിലുള്ള കോൺവെർസേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സബ്സെ ബഡാ ഷോമൻ കിസ്കി ജീവനി കാ അംശ് ഹേ? ആരുടെ ജീവനിയുടെ അംശമാണ് സബ്സെ ബഡാ ഷോമൻ? ആൻസർ ചാർലി ചാപ്ലിൻ കി. 2, ലോഗ് ക്യോം ചില്ലാനെ ലഗേ? ആളുകൾ എന്തിനാണ് കൂകി വിളിക്കാൻ തുടങ്ങിയത്? ആളുകൾ എന്തുകൊണ്ടാണ് ബഹളം വയ്ക്കാൻ തുടങ്ങിയത്? आंसर, गाते समय चार्ली की माम की आवाज़ फटकर फुसफुसाहट में बदल जाने से. പാടുന്ന സമയത്ത് ചാർലിയുടെ അമ്മയുടെ സൗണ്ട് ഇടറി നേരിയതുപോലെയായി, അതുകൊണ്ടാണ് ആളുകൾ കൂകി വിളിക്കാൻ തുടങ്ങിയത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ചാർലി की माम स्टेज से हटने को क्यों मजबूर हो गई? ചാർലിയുടെ അമ്മ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു, എന്തുകൊണ്ട്? ആൻസർ, गाते समय उसकी आवाज़ फटकर फुसफुसाहट में बदल जाने से लोग चिल्लाने लगे तो वे स्टेज से हटने का मजबूर हो गई. പാടിക്കൊണ്ടിരുന്ന സമയത്ത് സൗണ്ട് ഇടറുകയും സൗണ്ട് നേരിയ തോതിലാവുകയും ആളുകൾ കൂകി വിളിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ, മാം ഔർ മാനേജർ കെ ബീച്ച് ബഹസ് ക്യോം ഹുവ? അമ്മയും മാനേജറും തമ്മിൽ അവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായി, എന്തുകൊണ്ട്? ആൻസർ, മാനേജർ ചാർലി കോ സ്റ്റേജ് പർ ലേ ജാനെ കി സിദ്ദ് കർനെ സേ. മാനേജറെ ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കണമെന്ന് വാശി പിടിച്ചപ്പോൾ. 5, മാനേജർ ചാർലി കോ സ്റ്റേജ് പർ ഭേജ്നെ കി സിദ്ദ് ക്യോം കർനെ ലഗ? മാനേജർ ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കണമെന്ന് വാശി പിടിക്കാനുള്ള കാരണം എന്താണ്? ആൻസർ, मैनेजर ने चार्ली को पहले कभी माम के कुछ दोस्तों के सामने अभिनय करते हुए देखा था, इसलिए मैनेजर लोगों को शांत करने के लिए चार्ली को स्टेज पर भेजने की जिद करने लगा. എന്താണ്? മാനേജർ ഇതിനു മുമ്പ് ചാർലിയുടെ അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ കുറച്ച് എന്തൊക്കെയോ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ആളുകളെ, കാണികളെ ശാന്തരാക്കുന്നതിന് വേണ്ടി ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കാമെന്ന് വാശി പിടിച്ചു. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, മാം കെ ഡർ കാ കാരൺ ക്യാ ഥാ? അമ്മ പേടിക്കാനുള്ള കാരണം എന്ത്? ആൻസർ, 5 साल का उसका बेटा शोर मचाती इस उग्र भीड़ को कैसे झेल पाएगा? വെറും 5 വയസ്സ് മാത്രമുള്ള തൻ്റെ മകൻ ഇത്രയും ഉഗ്രമായ ഇത്രയും ജനക്കൂട്ടത്തെ എങ്ങനെ ഫേസ് ചെയ്യും, എങ്ങനെ അവരുടെ മുന്നിൽ സ്റ്റേജിൽ കയറും എന്ന് ആലോചിച്ചാണ് അമ്മയ്ക്ക് പേടിച്ചത്. 7ാമത്തെ ക്വസ്റ്റ്യൻ, കിസ്നെ ചാർലി കോ സ്റ്റേജ് കർ ലേ ഗയ? ആരാണ് ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത്? ആൻസർ, മാനേജറിനെ. 8, ചാർലി കോ സ്റ്റേജ് പർ ക്യോം ജാനാ പടാ? ചാർലിക്ക് സ്റ്റേജിലേക്ക് പോകേണ്ടതായിട്ട് വന്നത് എന്തുകൊണ്ട്? ആൻസർ, ഗാത്തെ സമയ ഉസ്കി ആവാസ് ഫട്കർ ഫുസ്ഫുസാഹട്ട് മേ ബദൽ ജാനെ സെ ലോഗ് ചില്ലാനെ ലഗെ തോ വേ സ്റ്റേജ് സെ ഹട്നെ കോ മസ്ബൂർ ഹോ ഗയി. അതായത് പാടിക്കൊണ്ട് തബ് മാനേജർ ലോഗോं को शांत कराने के लिए चार्ली को स्टेज पर भेजने की जिद करने लगा तो उसको स्टेज पर जाना पड़ा. അതായത് നമ്മുടെ ആദ്യത്തെ അതേ ആൻസർ തന്നെ എഴുതുക. പാടിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ സൗണ്ട് ഇടറുകയും സൗണ്ട് പോവുകയും ചെയ്തപ്പോൾ ആളുകൾ കൂകി വിളിക്കാൻ തുടങ്ങി. അപ്പോൾ മാനേജർ ആളുകളെ ശാന്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ചാർലിനെ ലോഗോं को कैसे शांत किया? ചാർലി ആളുകളെ എങ്ങനെയാണ് ശാന്തരാക്കിയത്? ആൻസർ, മഷ്ഹൂർ ഗീത് ജേക്ക് ജോൺസ് ഗാക്കർ. ഫേമസ് ആയിട്ടുള്ളൊരു സോങ് ജേക്ക് ജോൺസ് പാടിയിട്ട്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ചാർലിനെ ബീച്ച് മേ ഗാന ക്യോം രോക്ക് ദിയ? ചാർലി ഇടയ്ക്ക് പാട്ട് നിർത്തിയത് എന്തിന്? आंसर, चार्ली का गाना आधा ही हुआ तो स्टेज पर पैसों की भाउचर शुरू हो गई। उन पैसों को बटोरने के लिए उसने बीच में गाना रोक दिया. ചാർലി സ്റ്റേജിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോൾ
പൈസ, ഒരുപാട് പൈസ സ്റ്റേജിലേക്ക് ഇങ്ങനെ മഴയായി പെയ്യാൻ തുടങ്ങി, ഒരുപാട് പൈസ സ്റ്റേജിലേക്ക് വീഴാൻ തുടങ്ങി. അപ്പോൾ ചാർലി പാട്ട് പകുതി നിർത്തിയിട്ട് പൈസ കളക്ട് ചെയ്തു. നെക്സ്റ്റ്, ചാർലിനെ ക്യാ ഘോഷണ കി, ചാർലി എന്ത് ഘോഷണ എന്ന് പറഞ്ഞാൽ അനൗൺസ്മെന്റ്, എന്ത് അനൗൺസ്മെന്റ് ആണ് സ്റ്റേജിൽ വെച്ച് പറഞ്ഞത്? ആൻസർ, പഹലെ മേ യേ പൈസേ ബട്ടോരൂങ്ക और उसके बाद ही गाऊंगा. ഞാൻ ആദ്യം ഈ പൈസ ഒന്ന് എടുക്കട്ടെ എന്നിട്ട് പാടാം. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ, മാനേജർ റൂമാൽ ലേക്കർ ക്യോം ആയ, മാനേജർ ടവലും എടുത്ത് എന്തിനു വന്നു? ആൻസർ, പൈസ ബട്ടോർനെ കെ ലിയെ, പൈസ കളക്ട് ചെയ്യാൻ. 13, ദർശകോം നെ ദേർ തക്ക് ഗഡേ ഹോക്കർ താലിയാം ക്യോം ബജായി, കാണികൾ ഒരുപാട് നേരം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു, എന്തിനായിരിക്കും? ആൻസർ, चार्ली ने अपनी निष्कलंकता से गीत गाकर, बातचीत करके, नृत्य करके और गायकों की नकल उतारकर सबको खुश किया. ചാർലി ഫേമസ് പാട്ട് പാടി, അതുപോലെ അവിടെ സംഭാഷണം നടത്തി, ഡാൻസ് ചെയ്തു, പിന്നെ മറ്റുള്ള ഗായകരെ ഇമിറ്റേറ്റ് ചെയ്തു. ഇതെല്ലാം കണ്ട് ഉസ്കി പ്രസ്തുതി ഔർ മാസൂമിയത്ത് സേ പ്രഭാവിത് ഹോക്കർ ദർശകോം നെ ദേർ തക്ക് ഗഡേ ഹോക്കർ താലികം ബജായി. ചാർലിയുടെ ആ നിഷ്കളങ്കത കണ്ടിട്ടാണ് ആളുകൾ ഒരുപാട് നേരം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ലോകോം നെ മാം സേ ക്യോം ഹാത്ത് മിലായ, ആളുകൾ അമ്മയ്ക്ക് കൈ കൊടുത്തത് എന്തിനെ? ആൻസർ, ചാർലിക്ക് മാസൂമിയത്ത് സേ പ്രഭാവിത് ഹോക്കർ, ചാർലിയുടെ നിഷ്കളങ്കതയിൽ പ്രഭാവിതമായിട്ട്, ചാർലിയുടെ ഇന്നസെൻസ് കണ്ടിട്ടാണ് അമ്മയെ അഭിനന്ദിച്ചത്. 15, ദർശകോം നെ ചാർലി കാ അഭിനന്ദൻ കൈസേ കിയ, ആളുകൾ ചാർലിയെ അഭിനന്ദിച്ചത് എങ്ങനെയാണ്? ദർശകോം നെ ദേർ തക്ക് ഗഡേ ഹോക്കർ താലിയാം ബജായി, കൈ ലോകോം നെ മാം സെ ഹാത്ത് മിലാക്കർ ചാർലിക്ക് താരിഫ് കി, ആളുകൾ ഒരുപാട് സമയം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു, പിന്നെ ചില ആളുകൾ അമ്മയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അങ്ങനെയാണ് ചാർലിയെ പ്രശംസിച്ചത്. 16, അന്തുമേ ദർശകോം നെ താലിയാം ബജാക്കർ മാം കാ സ്വാഗത് ക്യോം കിയ, അവസാനം ആളുകൾ കൈയടിച്ച് അമ്മയെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്തത് എന്തിനെ? ആൻസർ, ചാർലി പ്രസ്തുതി ഔർ മാസൂമിയത്ത് സേ പ്രഭാവിത് ഹോനെ സേ, ചാർലിയുടെ അവതരണവും പിന്നെ ആ ഇന്നസെൻസും കണ്ടിട്ടാണ് ആളുകൾ ഇങ്ങനെ ചെയ്തത്. ഇനി 17ാമത്തത് കുറച്ച് വളരെ ഇമ്പോർട്ടൻസ് ആണ്, നമുക്ക് 1 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. അതായത് നക്കൽ ഉദാഹരണ, ഇസ്കാ മത്ലബ് ക്യാ ഹേ? ആൻസർ, അനുകരൺ കർണ, तब्दील हो जाना, बदल जाना, तारीफ करना, प्रशंसा करना അല്ലെങ്കിൽ അഭിനന്ദൻ करना. पैसों की बौछार शुरू हो गई, पैसों की वर्षा होने लगी, गुदगुदी फैलाना, उल्लासित करना. ഈ 5 മീനിങ്സും ഈ 5 ഹിന്ദി മീനിങ്സും നിങ്ങൾ പഠിക്കണം, എക്സാമിന് ഇത് ചോദിക്കും. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. इस अभद्र शोर ने माम को स्टेज से हटने को मजबूर कर दिया, उस समय माम की हालत कैसी लगी? आंसर, जब तारीफ करने वाले माम की हालत समझे बिना शोर मचा रहे थे, तब माम ने बहुत तनाव का अनुभव किया होगा. किसी भी कलाकार यह पाना मुश्किल की बात है, उसे यह भी हुआ होगा कि अब किस प्रकार अपने बच्चे को पालन पोषण करेगी. 19, 5 साल का चार्ली स्टेज पर अकेला था, उस समय चार्ली ने क्या सोचा होगा? 5 വയസ്സുള്ള ചാർലി സ്റ്റേജിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ചാർലി എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ടാകും? ആൻസർ, ചാർലി ने सोचा होगा कि अपनी माम की जगह लेते हुए मुझे हिम्मत से काम लेना होगा. അമ്മയുടെ സ്ഥാനത്താണ് താനിപ്പോൾ നിൽക്കുന്നത്, അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് ജോലി ചെയ്യണം. മാം കി തരഹ് അച്ചി തരഹ് ഗാന ഹോഗ, അമ്മയെ പോലെ നന്നായി പാട്ട് പാടണം. യദി ഐസാ നെഹി ഹുവാ തോ ലോഗ് ഔർ ഷോർ മച്ചായെങ്കി, ഞാനത് ചെയ്തില്ലെങ്കിൽ ആളുകൾ വീണ്ടും ബഹളം വെക്കും. ലേക്കിൻ മാം കെ ലിയെ മുझे ഗാന ഹോഗ, അതുകൊണ്ട് എനിക്ക് അമ്മയ്ക്ക് വേണ്ടി പാടണം. ഇതൊക്കെയായിരിക്കും ആ 5 വയസ്സുള്ള മകൻ ചിന്തിച്ചത്. അടുത്തത്, ഇസ് ബാത്തിനെ ഹോൾ കോ ഹസ്സി ഗർമേ തബ്ദീൽ കർ ദിയ ക്യോം, ഈ ഒരു കാര്യം ആ ഹോളിനെ ഒരു ഹസ്സിഗർ ചിരിഭവനമായി മാറ്റി, എന്ത് കാര്യം? ആൻസർ, चार्ली गीत गाते समय स्टेज पर पैसों की बाउचर शुरू हो गई, गाना रोककर उसने अपने बाल सहज बोलापन से घोषणा की,
अब पैसे बटोर कर ही मैं आगे गाऊंगा इस बात ने हॉल को हंसी घर में तब्दील हो गई. 21ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഉസ്നെ ജന്മ ലേ ലിയാദ ഇസേ ക്യാ മത്ലബ് ഹേ. അവൻ ജന്മമെടുത്തു കഴിഞ്ഞു, ഇതിൽ നിന്ന് എന്താണ് അർത്ഥമാക്കുന്നത്? आंसर स्टेज में पहली बार उतरे 5 साल के चार्ली ने अपने भोलापन से दर्शकों के मन को आनंदित कर दिया. इस उम्र में उसने ऐसा कर दिया तो बाद में बड़े होकर वह क्या क्या नहीं कर सकता, इसलिए ऐसा कहा गया है. ഈ ഒരു ചെറിയൊരു പ്രായത്തിൽ പോലും 5 വയസ്സിൽ പോലും ആദ്യത്തെ സ്റ്റേജ് ഷോയിൽ ഇത്രയും നന്നായി അവതരിപ്പിച്ച ഇവൻ ഇനി ഭാവിയിലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, അതുകൊണ്ടാണ് അവൻ ജന്മമെടുത്തു കഴിഞ്ഞു എന്ന് ഇവിടെ ഉദ്ദേശിച്ചത്. ഇനി നമ്മൾ ഇവിടെ സമാചാർ പത്രമാണ് ചാർലിയുടെ ആദ്യത്തെ ഷോനെ കുറിച്ചിട്ട് ഒരു സമാചാർ, അതുപോലെ മാം കി ആവാസ് ഫട്ടി ബേട്ട ബന ഷോമാൻ, ഇതിലേത് ഹെഡിങ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഈ ന്യൂസ് റിപ്പോർട്ട് എഴുതാമെന്ന് നോക്കാം. ആദ്യം സ്ഥാനം എഴുതണം. അപ്പോൾ ഇവിടെ ലണ്ടൻ എന്ന് കൊടുക്കാം. लंदन के प्रसिद्ध थिएटर में पहली बार कथम रखा 5 साल का बच्चा चार्ली ने स्टेज पर चमत्कार कर दिया. ലണ്ടനിലെ ഫേമസ് തിയേറ്ററിലെ ആദ്യമായി കാലെടുത്തു വെച്ചു 5 വയസ്സുള്ള മകൻ ചാർലി സ്റ്റേജിലെ വളരെയധികം തിളക്കമാർന്ന गाते वक्त अपनी माम की आवाज़ को फटते देखकर मैनेजर के साथ वह स्टेज पर लाया गया. അമ്മ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ സൗണ്ട് പോയി അവിടെ മാനേജറാണ് ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത്. ചാർലി നിഷ്കളങ്കത സേ ഘാ രഹാ താ, വളരെ ഇന്നസെൻ്റായിട്ട് പാട്ടുപാടി. ലോക് പ്രസന്ന ഹോക്കർ സ്റ്റേജ് പർ പൈസ ഫേങ്കിനെ ലഗെ, ആളുകൾ പ്രസന്നരായി സ്റ്റേജിലേക്ക് പൈസ ഇടാൻ തുടങ്ങി. ബച്ച ഗാന ബന്ദ് കർക്കെ പൈസ ബട്ടോർനെ ലഗ, കുട്ടി പാട്ട് സ്റ്റോപ്പ് ചെയ്ത് പൈസ കളക്ട് ചെയ്തു. इस व्यवहार ने हॉल को हंसी घर में बदल दिया. ഈ ഒരു സ്വഭാവം ആ ഹാളിനെ തന്നെ ഒരു ചിരി ഭവനമാക്കി മാറ്റി. इसके बाद उसने दर्शकों से बातचीत की, അതിനുശേഷം ചാർലി കാണികളോട് സംസാരിച്ചു. നൃത്യ കിയ और अपनी माम सहित कई गायकों की नकल उतारी, അതുപോലെ നൃത്തം ചെയ്തു. അമ്മയെ പോലുള്ള മറ്റു ഗായകരെ കൂടി അവിടെ അനുകരിച്ചു. दर्शकों ने खुशी से तालियां बजाकर चार्ली का अभिनंदन किया. ആളുകൾ വളരെ ഹാപ്പിയായി കൈയടിച്ചു. ലോകം ने उसमें एक महान कलाकार को देख लिया था, അങ്ങനെ ആളുകൾ ഒരു മഹാനായ കലാകാരനെ കാണുകയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതേണ്ട മോഡൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ഹെഡിങ് മസ്റ്റാണ്, സ്ഥലം എഴുതണം, പിന്നെ എന്താണ് സംഭവിച്ചെങ്കിൽ അത് നമ്മൾ ഷോർട്ടാക്കിയിട്ട് എഴുതുക. ഇനി അടുത്തത് ഡയറിയാണ്. ചാർലിയുടെ അമ്മയുടെ ഡയറി, മാം കി ഡയറി. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നിങ്ങൾ ഡേറ്റ് എഴുതണം. ആജ് കാ ദിൻ മേ കൈസേ ഭൂലും, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. ദുഃഖ് ഔർ ഖുഷി ഭരാ ദിൻ, ദുഃഖവും സന്തോഷവും നിറഞ്ഞ ദിവസം. മേരാ ലാഡ്ല ചാർലി ആജ് ഷോമേൻ ബൻ ഗയ, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഓമന മകൻ ഇന്ന് ഒരു ഷോമേനായി മാറി. ഉസ്കാ പഹല ഷോ ഹമേഷ യാദോ മേ രഹേഗ, അവൻ്റെ ആദ്യത്തെ ഈ പ്രദർശനം ഓർമ്മകളിൽ തന്നെ നിൽക്കും. ലഗ്താ ഹേ മേം ആകെ ഗാ നഹി പാവുങ്കി, എനിക്കറിയാം ഇനി എനിക്ക് പാടാൻ കഴിയില്ല. ഗലയമേ ഗരാബി ഹേ, എൻ്റെ തൊണ്ടയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഗാത്തെ വക്ത് മേരി ആവാസ് കോ ഫട്ടെ ദേഖ് കർ മാനേജർ കെ സാത്ത് വഹ് സ്റ്റേജ് പർ ലായ ഗയ, പാടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ സൗണ്ട് ഇടറി. മാനേജറാണ് ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത്. മേ ബഹുത്ത് ഡർ ഗയി थी, ഞാൻ ഒരുപാട് പേടിച്ചു. ലേക്കിൻ ബേട്ട ചാർലിനെ अपनी निष्कलंकता से गीत गाकर बातचीत करके नृत्य करके और गायकों की नकल उदाकर सबको खुश कराने लगा. പക്ഷേ എൻ്റെ മകൻ ഒരുപാട് പാട്ടുകൾ പാടുകയും വളരെ അവൻ്റെ നിഷ്കളങ്കത നിറഞ്ഞ പാട്ടും അതുപോലെ ആളുകളോട് സംഭാഷണവും പിന്നെ ഡാൻസും പിന്നെ മറ്റുള്ള ഗായകന്മാരെ അനുകരിക്കുകയും ഒക്കെ ചെയ്ത് ആളുകളെ വളരെയധികം ഹാപ്പിയാക്കി. ഗോ പൈസ ബി മില, ഒരുപാട് പൈസ കിട്ടി. ശൈത്താൻ മേരി ഫട്ടി ആവാസ് കാ ബി നക്കൽ ഉദാർദി, കുറുമ്പൻ എൻ്റെ ഇടറിയ സൗണ്ട് വരെ അവിടെ അനുകരിച്ചു. ഹേ ഭഗവാൻ ആകെ ബി മേര ലാഡ്ല ഷോമേൻ കമാൽ കരേ, ഇനിയും എൻ്റെ മകന് വിജയം ഉണ്ടാവട്ടെ.
അടുത്തത് അമ്മയും മാനേജരും തമ്മിലുള്ള ഒരു വാർത്താലാപമാണ്. അമ്മ, ഗാ നഹി പാ രഹി ഹും സാബ്, എനിക്കിനി പാടാൻ പറ്റുന്നില്ല. മാനേജർ, ക്യോം, ക്യാ ഹുവ, എന്തു പറ്റി? അമ്മ, പത്താ നഹി, മേരി ആവാസ് ഫട്ട് രഹി ഹി, അറിയില്ല, എൻ്റെ സൗണ്ട് ഇടറുന്നു. മാനേജർ, ഗലേ മേ ദർദ് ഹെ ക്യാ, തൊണ്ടയിൽ വേദനയാണോ? മാം, നഹി, ഗലേ സെ ആവാസ് ബാഹർ നഹി നിക്കൽ രഹി ഹെ, ഇല്ല, പക്ഷെ തൊണ്ടയിൽ നിന്ന് സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. മാനേജർ, അബ് ക്യാ കരേ, ലോഗ് ബഹുത് ഷോർ മച്ചാ രഹാ ഹെ, ഇനി എന്തു ചെയ്യും, ആളുകൾ ബഹളം വെക്കുകയാണ്. അമ്മ, ആപ് ഹി ബത്തായിയെ മുझे ക്യാ കർനാ ഹെ, താങ്കൾ തന്നെ പറയൂ, ഞാൻ എന്ത് ചെയ്യണമെന്ന്. മാനേജർ, ചാർലി കോ സ്റ്റേജ് പർ ഭേജ് ദൂ, ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കാം. അമ്മ, ചാർലി കോ, നഹി വഹ് തോ ഛോട്ടാ ബച്ചാ ഹേ നാ, വേണ്ട, അവൻ ചെറിയ കുട്ടിയല്ലേ. മാനേജർ, तो क्या मैम ने उसे आपके कुछ दोस्तों के सामने अभिनय करते हुए देखा था, അതിനെന്താ, ഞാൻ അവനെ താങ്കളുടെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒപ്പം അഭിനയിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അമ്മ, ലേക്കിൻ വൗത്തോ കമരയ്ക്ക് അന്തർധ, പക്ഷെ അത് റൂമിനകത്തല്ലേ. ഈ സുഗ്രി പീഡിക്കോ വൈ കൈസേ സമ്പാലക, ഈ ഉഗ്രമായ ഈ ആൾക്കൂട്ടത്തെ അവൻ എങ്ങനെ ഫേസ് ചെയ്യും. മാനേജർ, ആപ് ചിന്ത നാ കീജിയെ, ചാർലി ഏക്ക് ഹോൻഹാർ ബച്ചാ ഹേ നാ, വഹ് സരൂർ ഇസ് ഭീഡ് കോ ശാന്ത് കരേഗ. മാം, തോ ടീക്ക് ഹേ ആപ്കി മർജി, ഓക്കെ, ശരി, താങ്കളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഈ ഒരു വാർത്താലാപം ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മൾ ചെയ്ത ഡയറിയും ഇമ്പോർട്ടൻ്റ് ആണ്, റപ്പട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുമല്ലോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.